ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ സ്റ്റൈൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി ചെയ്ത് നോക്കാം. സൺഡേ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ എന്തെങ്കിലും ചിക്കനോ മീനോ അല്ലെങ്കിൽ ബീഫോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്. നാടൻ കോഴി അങ്ങനെ പതിവില്ലാണ്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ചേട്ടന് പന്നിയിറച്ചി ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആൾ പന്നി പ്ലാൻ ചെയ്ത സമയത്ത് പന്നി ഞാൻ കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി സെപ്പറേറ്റ് 1 കിലോ ചിക്കൻ അത് പുള്ളി വാങ്ങിച്ചുകൊണ്ട് വെച്ചു. അപ്പം ഞാൻ അത് വെച്ച സമയത്ത് ഞാൻ വെച്ച് ശരി വറുത്തരച്ച് വെച്ചേക്കാം, ഷൂട്ട് ചെയ്യാം, നിങ്ങളെയും കൂടി കാണിക്കാം. വറുത്തരച്ച കോഴിയിറച്ചി കേരളത്തിൽ നമ്മൾ സാധാരണ വെക്കുന്ന റൈറ്റ്, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വെക്കുന്ന രീതിയിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. കണ്ടിട്ട് വരാം. 1 കിലോ നാടൻ കോഴിയുണ്ട്. നന്നായിട്ട് കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് ഒരു 1/4 വേവാക്കിയെടുക്കാം. ഫുള്ള് വേവിക്കേണ്ട. ബാക്കി നമുക്കിത് ചട്ടിക്കകത്ത് മണ്ണിൻ്റെ ചട്ടിക്കകത്തേക്ക് ഇട്ടിട്ട് മൺചട്ടിക്കകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി വേവിച്ചെടുക്കേണ്ടതായത്. അപ്പോൾ ഇതൊരു 1/4 വേവേ ആയിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഉണങ്ങിയ തേങ്ങ ചിരണ്ടിയിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആവണം. ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു സ്റ്റീലിൻ്റെ സ്പൂണിനാണ് ഞാൻ ഇപ്പോൾ അളവ് എടുത്തിട്ടുള്ളത്. ചെറിയ നമ്മുടെ ടീസ്പൂണിൻ്റെ ഒക്കെ അളവ് പറഞ്ഞാൽ ചിലപ്പോൾ മാറിപ്പോവും. അതുകൊണ്ട് നല്ലോണം ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതുപോലെ ഫ്രൈ ആവണം, ബ്രൗൺ ആവണം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്യുമ്പോൾ ആ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ടാവും. അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അധികം എരിവൊന്നുമില്ല, നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ അതേ സ്പൂണിന് തന്നെ 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ആ നല്ല ചൂടായിരിക്കുന്ന പാൻ്റെ അകത്തിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി വെക്കുകയാണെങ്കിൽ ഫ്രൈ ആയിക്കോളും. പൊടിയായിട്ട് ഇന്ന് മല്ലിയും മുളകുമാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ സിമ്മിൽ വെച്ചിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുക. പൊടിയാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. പിന്നെ ഒരു കറി വെക്കുന്ന മണ്ണിൻ്റെ ചട്ടിക്കകത്താണ് കേട്ടോ. അപ്പോൾ ചട്ടിക്കകത്തേക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ടിട്ട് കടുക് നല്ലോണം ഒന്ന് പൊട്ടണം. പൊട്ടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 വലിയ സവോള ചെറുതായിട്ട് മുറിച്ചതും ഒരു 3 പച്ചമുളക്, എരിവുള്ള പച്ചമുളക്. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തതുകൊണ്ട് ആ മുളകിന് എരിവില്ല. അതുകൊണ്ട് ഈ പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയൊക്കെ എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 3 എരിവുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പില ഞാൻ മുഴുവനെ തന്നെ ഇട്ട് കൊടുത്തോട്ടെ. ഇലയൊന്നും മാറ്റിയിട്ടില്ല. അതൊരു പ്രത്യേക ടേസ്റ്റും ഒരു ലുക്കും ഒക്കെ ആയിരിക്കും കറി കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് എണ്ണയ്ക്കകത്തുനിന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കുന്നതാണ് കാണാൻ നല്ലത്. പക്ഷേ ഇവിടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും കറിക്കകത്ത് നേരത്ത് മാറ്റി വയ്ക്കില്ല. കഴിക്കുമ്പോൾ അത് അറിയാതെ തന്നെ വയറ്റിലേക്ക് പോയിക്കോളും. ആവശ്യമുള്ള സാധനമാണല്ലോ നമുക്ക്. അപ്പോൾ അത് നല്ലോണം ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കണം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നമ്മൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പണി ലാഭമായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത് തേങ്ങാക്കൊത്ത് ഒത്തിരി ഇഷ്ടമായി കറിക്കകത്തൊക്കെ ഇട്ട് കൊടുക്കുന്നത്. കറിക്കകത്ത് മെയിനായിട്ട് കടലക്കറിക്കകത്തും ഇങ്ങനെ ചിക്കൻ കറിക്കകത്തൊക്കെ വെക്കുകയാണെങ്കിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റും ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ തേങ്ങാക്കൊത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പോൾ നമ്മുടെ ആ മസാലക്കൂട്ട് റെഡിയായി. ഇനി ആ 1/4 വേവായ ചിക്കനാണ് ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തത്. അത് ഫുള്ള് വെന്തിട്ടില്ല കേട്ടോ, അത് 1/4 വേവേ ആയിട്ടുള്ളൂ. ബാക്കി ഈ ചട്ടിക്കകത്ത് കിടന്ന് വേണം വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കണം. ഇപ്പം അരച്ച് വെച്ച് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൂട്ട് നല്ലോണം തണുത്തു. ഇനി അതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒട്ടും ഒഴിക്കരുത്. ഇതിപ്പോൾ പൊടിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അരച്ച് കഴിയുമ്പോൾ അത് നല്ലോണം അതിൻ്റെ അകത്ത് എണ്ണയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. എന്നിട്ട് അത് തന്നെ വെള്ളം പോലെ ആയിക്കോളും. എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. ചെറിയ ജാറായിരിക്കും ഏറ്റവും നല്ലത്. വലിയ ജാറിലാകുമ്പോൾ കുറേ മുകളിലൊക്കെ പറ്റി പിടിച്ചു പോകും. ഇത് ഫുള്ള് ഞാൻ ഒന്നിച്ച് അരയ്ക്കുന്നില്ല. കുറച്ച് അരച്ചതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അടിയിൽ കാണുന്നില്ലേ കുറേശ്ശെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് 1 മിനിറ്റ് അടിച്ചതിന് ശേഷമാണ് ഞാൻ കൊണ്ടുവച്ചത്. ഇനി ബാക്കിയുള്ളതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ നമുക്ക് ആ ചെറിയ മിക്സറിൻ്റെ ജാറിൽ തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഒരു തേങ്ങ ഫുള്ളും വറുത്തതാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് തേങ്ങ. ഇപ്പോൾ കണ്ടോ, ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. വറുക്കാൻ നേരത്ത് നമ്മൾ എണ്ണ ഒഴിക്കാണ്ടാണ് വറുത്തത്. ഇത് ആ തേങ്ങയ്ക്കകത്തുള്ള എണ്ണയാണ് ഇത്. അപ്പോൾ ഇത് നമുക്കിനി കറിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
എണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുക്കാണ്ട് വെള്ളം ചേർക്കാണ്ടൊക്കെ അരയ്ക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ചേർക്കാണ്ട് കറിയുടെ കളർ ഇങ്ങനെ ഡാർക്ക് കളറിൽ ഇരിക്കില്ല കേട്ടോ, ഒരു മഞ്ഞ കളർ പോലെ ആയിപ്പോവും. ചിക്കൻ നല്ലോണം തിളച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ സിമ്മിലാക്കി കൊടുത്തത്. ഈ നാടൻ കോഴിയുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ടെൻഷൻ, ഇതെങ്ങനെ വെന്തോ. അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ കോഴിയിറച്ചി അല്ലെങ്കിൽ ഇറച്ചി വെന്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഇതേപോലെ എല്ലിന്ന് ഇറച്ചി വിട്ട് വരികയാണെങ്കിൽ പെട്ടെന്ന് വെന്തു എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു കണക്കാണ് ഇപ്പം ഞാൻ നോക്കിയത്, എല്ലിന്ന് വിട്ട് വന്നോ എന്നുള്ള കാര്യത്തിൽ. നമ്മൾ സ്ഥിരം വെക്കാത്ത ഒരൈറ്റാണ്, വല്ലപ്പോഴും മാത്രമേ വെക്കാറുള്ളൂ. ചില നാടൻ ബ്രോയിലർ ചിക്കൻ പോലെയല്ലല്ലോ, അത് എല്ലാത്തിനും ഒരേ വേവാണ്. ഇത് ചിലത് പെട്ടെന്ന് വേഗം, ചിലത് വേവില്ല, അങ്ങനെയൊക്കെ ഇരിക്കുന്ന എപ്പോഴും ഒരു ടെൻഷനാണ് ഇത്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമുക്ക് അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ലൂസായിട്ടാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ മിക്സിക്കകത്തേക്ക് തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് കലക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് വെള്ളം നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ കിട്ടും. വെറുതെ വെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ, അപ്പോൾ കറിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അല്ല, നിങ്ങൾക്ക് ഇനി ഇത് വരട്ടി എടുക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിൽ മതി. കുറച്ചും കൂടി ആ മിക്സിയിലേക്കുള്ള അരപ്പങ്ങ് വടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ട് വേണ്ടതുകൊണ്ട് മാത്രം മിക്സിക്കകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ ആവശ്യത്തിന് ചാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചാറ് മതി. ഇനി ഇത് തിളപ്പിക്കാൻ വയ്ക്കാം. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറവായതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ചിക്കൻ മസാല ഇട്ടില്ലല്ലോ എന്നല്ലേ. ചിക്കൻ മസാല ഇട്ടില്ലെങ്കിലും ഇതിന് നല്ല ടേസ്റ്റ്. നമ്മൾ അത്യാവശ്യം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും സവോള അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നാലും ചിക്കൻ മസാല ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു മനസ്സമാധാനക്കേടാണ്. ശരി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റ് ആയിട്ട് ചിക്കൻ കറിയായി മാറിയിട്ടുണ്ട്. ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരുപാട് സമയം തിളപ്പിക്കരുത്. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് തിളച്ചതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് സമയം വെച്ചാൽ എന്താ അറിയോ, ആ മസാലയുടെ മണമൊക്കെ മാറിയിട്ട് കറിയുടെ ടേസ്റ്റ് കുറച്ച് മാറിപ്പോവും. പിന്നെ ബ്രോയിലർ ചിക്കൻ പോലെയല്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, ഇത് കുഴപ്പമൊന്നുമില്ല. അത് മറ്റേ ചിക്കൻ ആണെങ്കിൽ പെട്ടെന്ന് വെന്ത് പോവും, ഒരുപാട് ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞും പോവും. ഈ നാടൻ ചിക്കൻ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം കറക്റ്റായിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിപ്പോൾ മണ്ണിൻ്റെ ചട്ടി ആയതുകൊണ്ടായിരിക്കും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അടി പിടിക്കുകയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ നാടൻ സ്റ്റൈലിൽ വെച്ച നാടൻ കോഴി വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. അറിയാത്ത ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ കമൻസ് ഒക്കെ പറയുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ വേറെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. നിങ്ങൾ ഒരൈറ്റം കൂടി കാണിച്ചു തരാണ്ട്. ഇത് നമ്മൾ ഇപ്പോൾ വെച്ച ചിക്കൻ്റെ കറിയാണ്. ഇത് തൊട്ടിപ്പുറത്ത് കണ്ടോ വേറൊരു സാധനം ഇരിക്കുന്നത്, മൂടി ഭദ്രമാക്കി വെച്ചിട്ടാണുള്ളത്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇതിനകത്തൊരു സംഭവമുണ്ട്. ഇതിൻ്റെ അകത്തുള്ളതാണ് പന്നി വരട്ടി വെച്ചത്, പോർക്കിൻ്റെ ഇറച്ചി. ഇത് ഇവിടെ ചേട്ടൻ നേരത്തെ വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ പുള്ളിക്കാരൻ. ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് കുളിക്കാൻ പോയിട്ടുള്ളത്. ഞാൻ തുറന്ന് നോക്കിയൊന്നും ഷൂട്ട് ചെയ്തൊന്നും ആൾ അറിഞ്ഞിട്ടേ ഇല്ല. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, റെഗുലറായിട്ടൊന്നും കാണാറില്ല, കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പം മാത്രമേ മനസ്സിലാവുള്ളൂ. നമുക്കിത് ഇങ്ങനെ തന്നെ മൂടി വെച്ചേക്കും. നമുക്ക് നമ്മുടെ നാടൻ കോഴി ഇറച്ചി ഉണ്ടല്ലോ,